വലിയവനായ ദൈവമേ, സർവശക്തനെ അങ്ങേക്ക് സർവ മഹത്വവും കരയറ്റുന്നു. പ്രിയ വായനാ സുഹൃത്തെ, താങ്കൾക്ക് പുതിയ ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 15, ഒന്നാമത്തെ വായനാ ഭാഗം സംഖ്യാപുസ്തകം 34-ാം അധ്യായം. ഈ അധ്യായത്തിൽ ദൈവത്തിൻ്റെ കൽപ്പന വീണ്ടും മോശയ്ക്ക് ലഭിക്കുന്നത് എന്തെന്നാൽ, നിങ്ങൾ കനാൻ ദേശത്തെത്തുമ്പോൾ ദേശത്തിൻ്റെ അതിര് ഇങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞ് ആ ദേശത്തിൻ്റെ അതിര് എന്തായാലും അതിൻ്റെ രണ്ടതിരുകൾ ഒരു സംശയവുമില്ലാതെ വണ്ണം പടിഞ്ഞാറേ അതിര് മെഡിറ്ററേനിയൻ കടൽ അല്ലെങ്കിൽ മഹാസമുദ്രവും, കിഴക്കേ അതിര് യോർദാൻ നീണ്ടു കിടക്കുന്ന യോർദാൻ നദിയും ആയിരിക്കണം. ആദ്യം തെക്കേ അതിരിനെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. അത് തെക്കേ ഭാഗം സീൻ മരുഭൂമി തുടങ്ങി ഏദോമിൻ്റെ വശത്തുകൂടി ആയിരിക്കണം. നിങ്ങളുടെ തെക്കേ അതിർ കിഴക്ക് ഉപ്പുകടലിൻ്റെ അറ്റം തുടങ്ങിയായിരിക്കണം. പിന്നെ നിങ്ങളുടെ അതിർ അക്രബീം കയറ്റത്തിന് തെക്കോട്ട് തിരിഞ്ഞ് സീനിലേക്ക് കടന്ന് കാദേശ് ബർന്നയുടെ തെക്ക് അവസാനിക്കണം. അവിടെ നിന്ന് ഹസർ അദ്ദാർ വഴി ചെന്ന് അസ്മാനിലേക്ക് കടക്കണം. എന്നിട്ട് അവിടുന്ന് മിസ്രയീം തോട്ടിലേക്ക് തിരിഞ്ഞ് സമുദ്രത്തിങ്കിൽ അവസാനിക്കണം. അപ്പോൾ സമുദ്രം ആണ് ഒരതിര്. അപ്പോൾ പടിഞ്ഞാറോ മഹാസമുദ്രം അതിരായിരിക്കണം. അത് നിങ്ങളുടെ പടിഞ്ഞാറേ അതിർ. വടക്കത്തെ അതിര് പറയുകയാണ്. വടക്ക് വീണ്ടും, അതായത് പടിഞ്ഞാറേ അതിര് മഹാസമുദ്രം അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ കടലാണ്. വടക്കേ അറ്റത്ത് ഈ മെഡിറ്ററേനിയൻ കടൽ മുതൽ വലത്തോട്ട്, അതായത് കിഴക്കോട്ട് നിങ്ങൾക്ക് അതിരാകണം. ഹോർ പർവ്വതം മുതൽ ഹമാത്ത് വരെ അതിരാക്കണം. അപ്പോൾ ഇങ്ങനെ അതിരുകളെ സംബന്ധിച്ച് കൃത്യമായി തന്നെ അവിടുന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അയ്യിൻ്റെ കിഴക്ക് ഭാഗത്ത് റിബ്ല വരെ ഇറങ്ങിച്ചെന്നിട്ട് കിന്നരേത്ത് കടലിൻ്റെ, അതായത് നമ്മൾ ഇന്നലെ പറഞ്ഞ ഗലീല കടലിൻ്റെ കിഴക്കേ കര തൊട്ടിരിക്കണം. അവിടെ നിന്ന് യോർദാൻ വഴിയായി ഇറങ്ങിച്ചെന്ന് ഉപ്പുകടലെങ്കിൽ അവസാനിക്കണം. ഇത് ഉപ്പുകടലിലാണ് ഈ വടക്ക് പർവ്വതത്തിങ്കിൽ നിന്ന് ആരംഭിക്കുന്ന നദി, അത് തുടങ്ങിയിട്ട് അത് അവസാനിക്കുന്നത് ഹെർമോൻ പർവ്വതത്തിൽ നിന്ന് ആരംഭിക്കുന്ന ചെറിയ നദി. ആ നദി അത് ഐസ് എല്ലാം നിറഞ്ഞിരിക്കുന്ന മഞ്ഞുമലയാണത്. അവിടെ നിന്ന് ആരംഭിക്കുന്ന നദി ആണ് ഈ യോർദാൻ നദി. ആ യോർദാൻ നദി ഈ ദേശത്തൂടെയൊക്കെയും സഞ്ചരിച്ച് അവസാനം ഉപ്പുകടൽ അല്ലെങ്കിൽ ചാവുകടലിലാണ് ചെന്ന് അവസാനിക്കുന്നത്. അപ്പോൾ അവിടെ വരെ ഉള്ള സ്ഥലങ്ങളിലൂടെ കടന്ന് അവസാനം വരെയും എഴുതിയിട്ടുണ്ട്. പിന്നെ ദൈവം മോശയ്ക്ക് അടുത്ത് കൊടുക്കുന്ന കൽപ്പന എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അവിടെ ചെന്നിട്ട്, അതായത് നിങ്ങൾക്ക് വാഗ്ദത്തമായി തരാനിരിക്കുന്ന ദേശത്ത് നിങ്ങൾ ചെല്ലുമ്പോൾ അവിടെ നിങ്ങൾ ദേശം വിഭാജിച്ച് തരേണ്ടുന്ന പേരുകൾ പറയുന്നുണ്ട്. അങ്ങനെ 12 ഗോത്രങ്ങൾക്ക് 12 തലവന്മാരും അതുപോലെ പുരോഹിതനായ എലെയാസറും ഈ മോശയുടെ സ്ഥാനത്ത് ദൈവം ആക്കി വയ്ക്കുന്ന യോശുവ, നൂൻ്റെ മകനായ യോശുവയും, അങ്ങനെ പുരോഹിതനായ എലിയാസറും നൂൻ്റെ മകനായ യോശുവയും, പിന്നെ ഓരോ ഗോത്രത്തിനും ഓരോ പ്രഭുവിനെയും കൂട്ടി അവരെല്ലാവരും കൂടിയാണ് കനാൻ ദേശത്ത് അവകാശം വിഭാഗിച്ച് കൊടുക്കേണ്ടത് എന്നുള്ള കൽപ്പനയും നമുക്ക് അവിടെ കാണാം. അപ്പോൾ ഇവിടെ കനാൻ ദേശത്ത് ചെന്നിട്ട് യോശുവ ഇത് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് 19-ാം അധ്യായം, യോശുവ 19-ാം അധ്യായം കൂടെ ഒന്ന് റെഫർ ചെയ്യുമ്പോൾ നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് കുറച്ചുകൂടെ നല്ല വ്യക്തമായ പിക്ചർ ലഭിക്കും. രണ്ടാമത്തെ വായനാഭാഗത്തിൽ നിന്ന് അത് സദൃശ്യവാക്യങ്ങൾ 25-ാം അധ്യായമാണ്. ഈ സദൃശ്യവാക്യങ്ങൾ ഈ അധ്യായത്തിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ ടൈറ്റിൽ കാണുന്നത്, ഇത് ശലോമോൻ എഴുതിയ ടൈറ്റിൽ സദൃശ്യവാക്യങ്ങൾ എന്ന് ടൈറ്റിലുണ്ട്. ശലോമോൻ തന്നെയാണ് ഇത് മുഴുവൻ എഴുതുന്നത്. പക്ഷേ യഹൂദ രാജാവ് ഹിസ്കിയാവിൻ്റെ ആളുകൾ അവയെ ശേഖരിച്ചിരിക്കുന്നു. അപ്പം ഈ സദൃശ്യവാക്യം മാത്രമല്ല, ഇതിലെ പല ഒട്ടുമിക്ക സദൃശ്യവാക്യങ്ങളും ശേഖരിച്ചത് ഹിസ്കിയ രാജാവിൻ്റെ ആളുകളാണെന്നാണ് ഇവിടെ എഴുതി. ശരിക്കും പറഞ്ഞാൽ ഇത് ആദ്യത്തെ 1-ാമത്തെ ഭാഗത്ത് എഴുതേണ്ടതാണ്, എന്നാൽ അത് ഈ ഭാഗത്താണ് എഴുതി വച്ചിരിക്കുന്നത്. അതിൽ ഒരു കാര്യം എഴുതിയിരിക്കുന്നത്, കാര്യം മറച്ചു വെക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വം, കാര്യം ആരായുന്നതോ രാജാക്കന്മാരുടെ മഹത്വം. ഇപ്പോൾ രാജകീയ പുരോഹിത വർഗം എന്നറിയപ്പെടുന്ന യേശുക്രിസ്തുവിലൂടെ ദൈവത്തെ വിശ്വസിക്കുകയും ദൈവത്തെ അറിയുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അവരെ പറയുന്നത് അവർ രാജകീയ പുരോഹിത വർഗം, ഒരേ സമയം രാജാവും പുരോഹിതനും ആയിരിക്കുന്ന ഒരവസ്ഥയൊക്കെ സംബന്ധിച്ചാണ്. അപ്പോൾ അവിടെ നമ്മൾ വായിക്കുമ്പം കാര്യം മറച്ചു വയ്ക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വം, കാര്യം ആരായുന്നതോ രാജാക്കന്മാർ. അപ്പോൾ രാജാക്കന്മാരും പുരോഹിതന്മാരും ആയിരിക്കണം നമ്മളെ സംബന്ധിച്ച് പറയുന്നത്. നമ്മൾ കാര്യം ആരായുന്നതിലേക്ക് വേണ്ടി ഈ ബൈബിൾ പുസ്തകം തുറന്നു വെച്ച് ദൈവം എന്താണ് സംസാരിക്കുന്നതെന്നും ഒരു വചനഭാഗത്തിൽ ഒന്ന് പറയുന്നത് വേറെ ഭാഗങ്ങളിൽ നിന്ന് മറ്റുള്ള
പുസ്തകങ്ങളിൽ നിന്നൊക്കെ അത് അന്വേഷിക്കുന്ന പണിയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അന്വേഷിക്കുന്നവർ കണ്ടെത്തും എന്ന വചനവും നമുക്കിതോടൊപ്പം ഉണ്ട്. അപ്പോൾ കാര്യമാരായുന്നതും രാജാക്കന്മാരുടെ മഹത്വം, അങ്ങനെ നമ്മൾ മഹത്വമുള്ളൊരു കാര്യമാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നതെന്നുള്ളത് ഓർക്കുക. അതുപോലെ അടുത്ത ഈ രാജാവിൻ്റെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട ചില വാക്യങ്ങളും ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയും. രാജസന്നിധിയിൽ വമ്പ് കാണിക്കരുത്, മഹാന്മാരുടെ സ്ഥലത്ത് നിൽക്കുകയും അരുത്. ബന്ധപ്പെട്ട് വ്യവഹാരത്തിന് പുറപ്പെടരുത്. ഒരാൾ പരാതി കൊടുക്കാനോ ആ പരാതിയുടെ പരിഹാരം കാണാൻ വേണ്ടി കേസ് കൊടുക്കുകയോ അങ്ങനെയുള്ള കാര്യത്തിനൊന്നും പുറപ്പെടരുത്. അല്ലെങ്കിൽ ഒടുക്കം കൂട്ടുകാരൻ നിന്നെ ലജ്ജിപ്പിച്ചാൽ നീ എന്ത് ചെയ്യും? അതുകൊണ്ടൊക്കെക്കാളും നല്ലത് നിൻ്റെ വഴക്ക് കൂട്ടുകാരനുമായി പറഞ്ഞു തീർക്കുന്നതാണ്. അതാണ് ഏറ്റവും നല്ലത്. എന്നാൽ മറ്റൊരുത്തൻ്റെ രഹസ്യം വെളിപ്പെടുത്തുകയും ചെയ്യരുത്. കേൾക്കുന്നവൻ നിന്നെ നിന്ദിപ്പാനും നിനക്ക് തീരാത്ത അപമാനം വരുവാനും അത് ഇടവരരുത്. അപ്പോൾ അങ്ങനെ നമുക്കൊരു രഹസ്യം, മറ്റൊരുത്തൻ്റെ രഹസ്യം വെളിപ്പെടുത്താതിരുന്നു കൊണ്ട് നമ്മൾ ജീവിക്കണമെന്നാണ് ദൈവം നമ്മളോട് പറയുന്നത്. തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ പോലെ. ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ പറയില്ല, വേണ്ടാന്ന് വയ്ക്കും. പക്ഷേ ആ സമയത്ത് അത് പറഞ്ഞാൽ അത് പലർക്കും ഉപകാരപ്പെടും, അല്ലെങ്കിൽ നമുക്ക് തന്നെ അത് ഗുണമായിരിക്കും. പക്ഷേ ആ സമയത്ത് പറയത്തില്ല. അപ്പോൾ തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ പോലെ എന്നാണ് എഴുതിയിരിക്കുന്നത്. കൂട്ടുകാരൻ നിന്നെക്കൊണ്ട് മടുത്ത് നിന്നെ വെറുക്കാതിരിക്കേണ്ടതിന് അവൻ്റെ വീട്ടിൽ കൂടെ ചെല്ലരുത്. അപ്പോൾ കൂട്ടുകാരൻ്റെ വീട്ടിൽ എപ്പോഴും പോയിരിക്കുന്ന ആളുകളുണ്ട്. എപ്പോൾ ചെന്നാലും കൂട്ടുകാരൻ്റെ വീട്ടിലാണ്. അങ്ങനെ ഇരിക്കരുത്. അവിടെ വെറുക്കും. അവൻ ചിലപ്പം വെറുക്കും. എങ്ങനെ? എൻ്റെ വീട്ടുകാരെന്തായാലും അവനെക്കുറിച്ച് പറയും, ഇവന് വേറെ പണിയൊന്നുമില്ല, അവൻ്റെ അപ്പനമ്മയും ചോദിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് അത് പറഞ്ഞ് അവസാനം കൂട്ടുകാരനും നിന്നെ വെറുക്കാൻ തക്കവണ്ണം ഇടയാവും. കഷ്ടകാലത്ത് വിശ്വാസപാതകനെ ആശ്രയിക്കുന്നത് മുറിഞ്ഞ പല്ലും ഉളുക്കിയ കാലും പോലെയാകുന്നു. ഇപ്പോൾ മുറിഞ്ഞ പല്ലിൻ്റെ അവസ്ഥ അറിയാമല്ലോ. ഉളുക്കിയ കാലം കണ്ടിരിക്കും നമുക്ക് നടക്കാൻ. അതുപോലെയാണ് കഷ്ടകാലത്ത് വിശ്വാസപാതകനെ ഒരിക്കലും ആശ്രയിക്കാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു വാക്യം പറയുന്നത് അത് യേശുക്രിസ്തുവിൻ്റെ ഉപദേശവും അത് തന്നെയാണ്. ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ അവന് കുടിപ്പാൻ കൊടുക്കുക. ശത്രുവിനോട് ശത്രുത കാണിക്കുക, അവനെ തല്ലാനോ കൊല്ലാനോ അവനെ വ്യവഹാരത്തിൽ ഏൽപ്പിക്കാനോ കേസ് കൊടുക്കാനോ ഒന്നും പോകരുത്. അവന് തിന്മാൻ കൊടുക്കണമെങ്കിൽ അവനോട് ക്ഷമിക്കണം. ദാഹിക്കുന്നുവെങ്കിൽ കുടിക്കാൻ കൊടുക്കണമെങ്കിൽ നമുക്ക് അവനോട് ക്ഷമിച്ചാൽ മാത്രമേ നമുക്ക് കൊടുക്കാനൊക്കെ. യേശുക്രിസ്തു എന്താണ് കുരിശിൽ കിടന്നുകൊണ്ട് ചെയ്തത്? തന്നെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തവരോട് അവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇവൻ അറിയാതെ ചെയ്യുന്നതായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ പ്രാർത്ഥന. അതുകൊണ്ട് ദൈവം ക്ഷമിച്ചോ? യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥന ഉള്ളതുകൊണ്ട് ദൈവം ക്ഷമിക്കണമെന്നില്ല. ദൈവം ക്ഷമിച്ചുമില്ല. ദൈവം അവരുടെ മേൽ തലമുറകൾ നീണ്ടു നിൽക്കുന്ന ശാപവും അല്ലെങ്കിൽ ശിക്ഷയുമാണ് അവർക്ക് കൊടുത്തത്. അപ്പോൾ അങ്ങനെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ തിന്മാൻ കൊടുക്കുകയും ദാഹിക്കുന്നതിൽ കുടിക്കാൻ കൊടുക്കുകയും ചെയ്താൽ നീ അവൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കുകയാണ് ചെയ്യുന്നത്. യഹോവ നിനക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും. അപ്പോൾ യഹോവയുടെ പ്രതിഫലം നിരസിക്കാതിരിക്കാൻ തക്കവണ്ണം നമ്മൾ ചെയ്യാതിരിക്കുന്നതല്ലേ നല്ലത്. അതിൻ്റെ പ്രതിഫലം അല്ലെങ്കിൽ ആ പ്രതികാരം ദൈവമാണ് നോക്കുന്നത്. അപ്പോൾ ദൈവം പ്രതികാരം കൊടുത്തോളൂ. നമ്മൾ അതിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട കാര്യമേ ഇല്ല എന്നാണ് വചനം നമ്മളോട് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെയുള്ള ചില പ്രധാന ഉപദേശങ്ങൾ, സദൃശ്യവാക്യങ്ങൾ 25-ാമത് അധ്യായം നമ്മളോട് സംസാരിക്കുന്നത്. 3-ാമത്തെ വായനാഭാഗത്തിൽ നിന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം. ഇവിടെ കൂടാരപ്പെരുന്നാളിൻ്റെ സമയമായി. പക്ഷേ യേശുക്രിസ്തു അങ്ങോട്ട് പോകാൻ മനസ്സ് കാണിച്ചില്ല. കാരണം യഹൂദയിൽ ഇപ്പം യേശുക്രിസ്തു ഗലീലയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് കൂടാരപ്പെരുന്നാൾ വരുന്നത്, അടുത്ത് വരികയാണ്. യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അന്വേഷിച്ചത് കൊണ്ടാണ് യഹൂദയിൽ സഞ്ചരിപ്പാൻ ക്രിസ്തുവിന് മനസ്സില്ലാതിരുന്നത്. അപ്പോൾ കൂടാരപ്പെരുന്നാളിന് പോകണമെന്ന് പറയുന്നത് 3 പ്രധാന ഉത്സവങ്ങൾ ഇസ്രായേലിലെ പുരുഷന്മാർ യെരുശലേം ദേവാലയത്തിൽ വന്ന് കൂടേണ്ട 3 പെരുന്നാളുകൾ ഒന്നാണ് ഈ കൂടാരപ്പെരുന്നാൾ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ശിഷ്യന്മാർ പറയുന്നുണ്ട്. ശിഷ്യന്മാർ അവിടെ ഈ സമയം ക്രിസ്തുവിനെ കളിയാക്കി പറയുകയാണ്, പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്നവർ ആരും രഹസ്യത്തിലൊന്നും ചെയ്യുന്നില്ലല്ലോ. നീ ഇത് ചെയ്യുന്നുവെങ്കിൽ ലോകത്തിൽ നിന്നെ തന്നെ വെളിപ്പെടുത്തുക. അങ്ങനെ പറയുകയാണ്. അത് നീ ചെയ്യുന്ന പ്രവർത്തികളെ നിൻ്റെ ശിഷ്യന്മാരും കാണേണ്ടതിന് ഇവിടം വിട്ട് യഹൂദിയിലേക്ക് പോകുക. യഹൂദിയിൽ ചെന്നിട്ട് നീ അവിടെ ഈ വൻകാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവരും അറിയും, നിന്നെ പുകഴ്ത്തും, നീ പ്രസിദ്ധനാകും. പക്ഷേ ആ കളിയാക്കലിന് യേശുക്രിസ്തു മറുപടി കൊടുക്കുന്നത്, എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല, നിങ്ങൾക്കോ എപ്പോഴും സമയം തന്നെ. നിങ്ങളെ പകയ്ക്കാൻ ലോകത്തിന് കഴിയുന്നതല്ല, എന്നാൽ അതിൻ്റെ പ്രവർത്തികൾ ദോഷമുള്ളവ എന്ന് ഞാൻ അതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഈ പെരുന്നാളിന് ഇപ്പോൾ പോകുന്നില്ല. ഇങ്ങനെ അവരോട് പറഞ്ഞിട്ട് ഗലീൽ തന്നെ പറഞ്ഞു. പക്ഷേ എൻ്റെ സഹോദരൻ ബ്രദേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. അവരുടെ സഹോദരന്മാർ പെരുന്നാളിന് പോയി.
പോയതിന് ശേഷം യേശുക്രിസ്തു രഹസ്യത്തിൽ ഈ പെരുന്നാളിന് പോവുകയും ചെയ്തു. തൊട്ട് മുമ്പിൽ പറഞ്ഞല്ലോ, ഞാൻ ഈ പെരുന്നാളിന് ഇപ്പോൾ പോകുന്നില്ല. അപ്പോൾ അവർ വിചാരിച്ച് ഈ പെരുന്നാളിന് ഇപ്രാവശ്യം വരുന്നില്ല എന്നുള്ളതാണ് അവർ മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. പക്ഷേ അവർ പെരുന്നാളിന് പോയി, യേശുക്രിസ്തു പോയില്ല, കൂടെ പോയില്ല, യേശുക്രിസ്തുവിനെ കൂട്ടിയുമില്ല. പക്ഷേ രഹസ്യമായിട്ട് യേശുക്രിസ്തു പെരുന്നാളിന് പോവുകയും ചെയ്തു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പുരുഷാരത്തിനിടയിൽ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള കുശുകുശുപ്പുണ്ടാകുകയാണ്. അവൻ നല്ലവനെന്ന് ചിലർ പറഞ്ഞു, അല്ല അവൻ പുരുഷാരത്തെ വഞ്ചിക്കുന്നവനാണെന്ന് മറ്റു ചിലരും പറഞ്ഞു. പക്ഷേ യഹൂദന്മാരെ പേടിച്ചിട്ട് ആരും മറ്റുള്ളവർ കേൾക്കെ ഒന്നും അവനെക്കുറിച്ച് രഹസ്യമായി തമ്മിൽ പറഞ്ഞതല്ലാതെ ഒന്നും ചെയ്തില്ല. എന്നാൽ പെരുന്നാളിൻ്റെ ഏകദേശം പാതി സമയം കഴിഞ്ഞപ്പോൾ യേശു ദൈവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചു. അപ്പോൾ പിന്നെ യേശു രഹസ്യത്തിൽ ഒളിച്ചിരിക്കാതെ അല്ലെങ്കിൽ രഹസ്യമാക്കാതെ തന്നെത്താൻ പരസ്യപ്പെടുത്തി ദേവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചു. വിദ്യാഭ്യാസം ചെയ്യാത്ത ഇവൻ ശാസ്ത്രം അറിയുന്നത് എങ്ങനെയെന്ന് യഹൂദന്മാർ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, എൻ്റെ ഉപദേശം എൻ്റേതല്ല, എന്നെ അയച്ചവൻ്റേതത്രേ. അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നതോ എന്നറിയും. അപ്പോൾ ഇതൊക്കെയും പറയുന്നിട്ട് തന്നെ അയച്ചവൻ്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവനാകുന്നു, നീതികേട് അവനില്ല. അപ്പോൾ അവർ ഇത് കേട്ടിട്ട് പറയുകയാണ്, അതിന് പുരുഷാരം പറയാൻ, നിനക്കൊരു ഭൂതമുണ്ട്, നിന്നെ അതിനു മുമ്പ് യേശുക്രിസ്തു പറയുന്നുണ്ട്, എന്നെ കൊല്ലുവാൻ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം നിന്നെ ആര് കൊല്ലുവാൻ അന്വേഷിക്കുന്നു? നിനക്ക് ഭൂതമുണ്ട്, അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. യേശു അവരോട് പറഞ്ഞു, ഞാനൊരു പ്രവൃത്തി ചെയ്തു. അതായത് ഒരു ശവത്തിന് ഒരാളിനെ സൗഖ്യമാക്കിയ പ്രവൃത്തിയെക്കുറിച്ചാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസത്തെ നമ്മൾ വായിച്ചില്ല, 6-ാമത്തെ അധ്യായത്തിൽ. ഞാനൊരു പ്രവൃത്തി ചെയ്തു, അതിങ്കൽ നിങ്ങൾ എല്ലാവരും ആശ്ചര്യപ്പെടുന്നു. മോശ നിങ്ങൾക്ക് പരിച്ഛേദന നിയമിച്ചിരിക്കാൻ അത് മോശയുടെ കാലത്തല്ല, പിതാക്കന്മാരുടെ കാലത്ത് അത്രേ തുടങ്ങിയത്. നിങ്ങൾ ശബത്തിൽ മനുഷ്യനെ പരിച്ഛേദന കഴിക്കുന്നു. മോശയുടെ ന്യായപ്രമാണത്തെ നീക്കം വരാതിരിപ്പാൻ ശബത്തിലും മനുഷ്യൻ പരിച്ഛേദന കേൾക്കുന്നു. എങ്കിൽ ഞാൻ ശബത്തിൽ ഒരു മനുഷ്യനെ മുഴുവൻ സൗഖ്യമാക്കിയത് കൊണ്ട് എന്നോട് ഈർഷ്യപ്പെടുന്നത് എന്തിന്? കാഴ്ചപ്രകാരം വിധിക്കരുത്, നീതിയുള്ള വിധി വിധിപ്പിൻ. അപ്പോൾ ശബത്തിൽ സൗഖ്യം കൊടുത്തു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു രോഗസൗഖ്യം കൊടുക്കുന്ന വൈദ്യന്മാരാണ് അല്ലെങ്കിൽ ഡോക്ടർമാരാണ്. ആ തൊഴിൽ ചെയ്യരുതെന്ന അർത്ഥത്തിലാണ് അവർ അത് പറയുന്നത്. പക്ഷേ അന്ന് ശബത്തിൽ പരിശോധന കഴിക്കുന്നുണ്ട്, ഒരു ആട് കുഴിയിൽ വീണാൽ എടുക്കുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ പിന്നെ ഒരു അസുഖമായി ബാധിച്ച ഒരുവനെ സൗഖ്യമാക്കുന്ന എന്നോട് എന്തിനാണ് ദേഷ്യപ്പെടുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് വേറെയും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അവർ കൊല്ലുവാൻ അന്വേഷിക്കുന്ന ഇവനല്ലയോ, എന്നിട്ടും അവൻ ധൈര്യത്തോട് സംസാരിക്കുന്നുവല്ലോ, ആരും അവനോടൊന്നും പറയുന്നില്ലല്ലോ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നത്, ക്രിസ്തു വരുന്നത് എവിടെ നിന്നാണെന്ന് നാം അറിയും, പക്ഷേ ഇവൻ എവിടെ നിന്നാണെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ എന്നും അവർ പറയുന്നുണ്ട്. അവിടെ ക്രിസ്തു അതിനുള്ള മറുപടിയും കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ അറിയുന്നു, ഞാൻ എവിടെ നിന്നും അറിയുന്നു. ഞാൻ സ്വയമായിട്ട് വന്നവനല്ല, എന്നെ അയച്ചവൻ സത്യവാനാകുന്നു, അവനെ നിങ്ങൾ അറിയുന്നില്ല. അതുകൊണ്ടാണ് എന്നെ അറിയാത്തത്. ഞാൻ അവൻ്റെ അടുക്കൽ നിന്ന് വന്നതുകൊണ്ടും അവൻ എന്നെ അയച്ചത് കൊണ്ടും ഞാൻ അവനെ അറിയുന്നു എന്ന് പറയുന്നുണ്ട്. അവിടെ പിടിപ്പാൻ അന്വേഷിച്ചു, യേശുക്രിസ്തുവിനെ പിടിക്കാൻ നോക്കി. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ നാഴിക, അവിടെ എഴുതി യേശുക്രിസ്തുവിൻ്റെ നാഴിക സമയമാകാത്തതുകൊണ്ട് ആരും യേശുക്രിസ്തുവിൻ്റെ മേൽ കൈവച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ചിലർ പറയാണ്, ക്രിസ്തു വരുമ്പോൾ ഇവൻ ചെയ്തതിൽ അധികം അടയാളം ആരെങ്കിലും ചെയ്യും, ഇവൻ ചെയ്തതിനേക്കാളും അത്ഭുതങ്ങൾ ആരെങ്കിലും, ഇനി ഇതിൻ്റെ കൂടുതൽ എന്ത് അത്ഭുതമാണ് ഇവൻ ചെയ്യാനുള്ളത്? അപ്പോൾ ഈ ചെയ്യാവുന്നതിൻ്റെ പരമാവധിയൊക്കെ ചെയ്തില്ല. ഇനി ക്രിസ്തു വരുമ്പോൾ ഇതിനേക്കാളും വലിയ അടയാളങ്ങൾ നമുക്ക് കാണാനില്ല. അപ്പോൾ ഇത് തന്നെയാണ് ക്രിസ്തു എന്ന് പറയുന്നവരും അക്കൂട്ടത്തിൽ ഉണ്ട്. പിന്നെ യേശുക്രിസ്തു തൻ്റെ മരണത്തെ സംബന്ധിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇനി ഞാൻ കുറേ നേരം നിങ്ങളോടുകൂടി ഇരിക്കുന്നു, പിന്നെ എന്നെ അയച്ചവൻ്റെ അടുക്കൽ പോകുന്നു. നിങ്ങൾ എന്നെ അന്വേഷിക്കും, കണ്ടെത്തുകയില്ലതാനും ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയുമില്ല. അത് കേട്ട് യഹൂദന്മാർ, നാം കണ്ടെത്താതെ വണ്ണം ഇവന് ഇവിടേക്ക് പോകാൻ യേശു ഭാവിക്കുന്നു. യവനന്മാരുടെ ഇടയിൽ പോയി, ചിതറിപ്പാർക്കുന്നവരുടെ അടുക്കൽ പോയി യവന്മാരുടെ കൂടെ ചെന്ന് അവരെ ഉപദേശിക്കാനാണ് അപ്പോൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉത്സവ ദിവസത്തിൻ്റെ അവസാന ദിവസം യേശു അവിടെ ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. ദാഹിക്കുന്നവരെല്ലാവരും എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയും പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്നൊക്കെയും വിളിച്ചു പറഞ്ഞു. അത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്ന ലഭിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. ജീവജലത്തിൻ്റെ നദി ഒഴുകും എന്ന് പറയുന്നത്. യേശുക്രിസ്തു അന്ന് തേജസ്കരിക്കപ്പെടാത്തത് കൊണ്ട് പരിശുദ്ധാത്മാവ് വന്നിട്ടുമില്ല. അപ്പോൾ തേജസ്കരിക്കപ്പെട്ടതിന് ശേഷം അത് നമ്മൾ വായിക്കുന്നത് തേജസ്കരണം അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പ് സംഭവിച്ചിട്ട് സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നത് നമ്മൾ കാണുന്നത് അപ്പോസ്തല പ്രവൃത്തിയിൽ 1-ാം അധ്യായത്തിലാണ്. 2-ാം അധ്യായത്തിലാണ് നമ്മൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ വരവ് കാണുന്നത്. പരിശുദ്ധാത്മാവ് വന്ന് മാളിക മുറിയിൽ ഇരുന്നവരെല്ലാവരെയും പരിശുദ്ധാത്മാവ് നിറച്ചിട്ട് അവരെല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കാണുന്ന അവിടെയാണ്. അപ്പോൾ അത്
അതിനെക്കുറിച്ചാണ് ഇവിടെ. അവൻ തേസ്കരിക്കപ്പെട്ടില്ല. തേസ്കരിക്കപ്പെട്ടതിന് ശേഷമാണ്, അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് നിത്യജീവൻ പ്രാപിച്ചതിന് ശേഷമാണ് യേശുക്രിസ്തു ഈ പരിശുദ്ധാത്മാവെന്ന ദാനം ഇവരിലേക്ക് വരുന്നത്. അവിടെ പറയുന്നത് അതാണ് ജീവജല നദികൾ എന്ന് പറയുന്നത്. ചിലർ പറഞ്ഞു, ഇതൊക്കെ കേട്ടിട്ട് ചിലർ പറഞ്ഞു ഇവൻ സാക്ഷാൽ ആ പ്രവാചകൻ. ഏത് പ്രവാചകൻ? മശിഹ, നമ്മൾ കാത്തിരിക്കുന്ന മശിഹ എന്ന പ്രവാചകൻ ഇവൻ തന്നെയെന്ന് പറഞ്ഞു. വേറെ ചിലർ പറഞ്ഞു ഇവൻ ക്രിസ്തു തന്നെ എന്നും. വേറെ ചിലർ ഗലീലയിൽ നിന്നോ ക്രിസ്തു വരുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ദാവീദിൻ്റെ പട്ടണമായ ബത്ലഹേമിൽ നിന്നല്ലേ മശിഹ വരുന്നത്? ഇവൻ ഗലീലക്കാരനല്ലേ. അപ്പോൾ ഗലീലിൽ നിന്നല്ലോ ക്രിസ്തു വരുന്നതല്ലേ മശിഹ വരുന്നതെന്ന്. യഥാർത്ഥത്തിൽ ആ പ്രവചനം നിവൃത്തിയായി കഴിഞ്ഞു. അവൻ ബത്ലഹേമിൽ തന്നെയാണ് ജനിച്ചത്, ബത്ലഹേമിൽ നിന്നാണ് വന്നത്. പക്ഷേ അത് ഇവർക്ക് ബത്ലഹേമിൽ ജനിച്ച കഥയൊന്നും ഇവർക്ക് അറിയുന്നില്ല എന്നുള്ളതായിരിക്കണം സത്യം. പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള കേട്ടുകേൾവികൾ തുടങ്ങിയിട്ട് 3 വർഷത്തോളമല്ലേ ആയുള്ളൂ. അപ്പോൾ ആ യേശുക്രിസ്തു ഗലീലയിൽ നിന്നാണ് വരുന്നത്. അതിനു മുമ്പുള്ള 10-30 വർഷത്തെ കാലത്തെ ചരിത്രമൊന്നും ആ ജനത്തെ അറിയാത്തത് കൊണ്ടായിരിക്കാം അവർ പറയും. അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, ദാവീദിൻ്റെ സന്തതിയിൽ നിന്ന് ദാവീദ് പാർത്ത ഗ്രാമമായ ബത്ലഹേമിൽ നിന്നും ക്രിസ്തു വരുന്നു എന്ന് തിരുവെഴുത്ത് പറയുന്നില്ലേ. അപ്പോൾ ക്രിസ്തു വരുന്നത്, അല്ലെങ്കിൽ മശിഹ വരുന്നത്, ഇപ്പോൾ ഇവിടെ ക്രിസ്തു എന്നൊരു വാക്ക് വരാൻ കാരണം ഇത് യോഹന്നാൻ അല്ലെങ്കിൽ പുതിയ നിയമം എഴുതിയത് ഗ്രീക്ക് ഭാഷയിലായതുകൊണ്ടാണ്. ശരിക്ക് അത് മെസ്സിയ എന്ന വാക്കാണ് അവിടെ വരേണ്ടത്. പക്ഷേ ഇത് ഗ്രീക്ക് ഭാഷയിൽ എഴുതിയതുകൊണ്ടാണ് ക്രിസ്റ്റോസ് എന്ന വാക്കിൽ നിന്ന് ഇവിടെ ക്രൈസ്റ്റ് എന്ന വാക്ക് ഇവിടെ വരുന്നത്. അപ്പോൾ അത് ബത്ലഹേമിൽ നിന്നാണെന്നാണ് ഇവരും അത് തന്നെയാണ് അവരുടെ അറിവ്. പക്ഷേ യേശുക്രിസ്തുവിന് ബത്ലഹേമിൽ നിന്നുള്ളവനാണ് എന്നുള്ളത് ഇവർക്ക് അറിയുന്നില്ല എന്നുള്ളതാണ്. അവിടെ ചിലർ അവരെ പിടിപ്പാൻ ഭാവിച്ചു, പക്ഷേ ആരും അവൻ്റെ മേൽ കൈവച്ചില്ല. വേറെ ചിലർ പറയുന്നുണ്ട്, ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്ന് ചേകവർ പറഞ്ഞു വരുന്നു. ചേകവർ മഹാപുരോഹിതൻ്റെയും പുരുഷാരത്തിൻ്റെയും ഒക്കെ പരീശന്മാരുടെയും ഒക്കെ കൽപ്പന വാങ്ങിച്ച് അവനെ പിടിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ പിടിച്ചുകൊണ്ട് വരാത്ത എന്തെന്ന് ചോദിക്കുമ്പോഴാണ് അവർ പറയുന്നത് ഈ മനുഷ്യൻ സംസാരിക്കുന്നവൻ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പരീശന്മാർ അവരോട്, ഓ നിങ്ങളും തെറ്റിപ്പോയോ? പ്രമാണികളിലാകട്ടെ പരീശന്മാരിലാകട്ടെ ആരെങ്കിലും അവനിൽ വിശ്വസിച്ചിട്ടുണ്ടോ? ന്യായപ്രമാണി അറിയാത്ത പുരുഷന്മാരോ ശപിക്കപ്പെട്ടവരാകുന്നു. അതുകൊണ്ട് അങ്ങനെ ആ ശപിക്കപ്പെട്ടവർ കൂട്ടത്തിലാണ് നിങ്ങൾ. കാരണം നിങ്ങൾ അവൻ്റെ ഉപദേശം കേട്ടിരിക്കുന്നു, നിങ്ങൾ അവനിൽ മയങ്ങിപ്പോയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ന്യായപ്രമാണം അറിയാത്ത പുരുഷന്മാരുടെ കൂട്ടത്തിലാണ് നിങ്ങൾ ശപിക്കപ്പെട്ടവരാകുന്നു എന്ന് ഒരു ധാരണയിലാണ് അവരോട് പറയുന്നത്. അവരെ കളിയാക്കാൻ. അപ്പോൾ അവരിൽ ഒരുത്തനായി മുമ്പേ അവൻ്റെ അടുക്കൽ വന്നിരുന്ന നിക്കോദേമസ് അവരോട് പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ വാമൊഴി ആദ്യം കേട്ടു. അപ്പോൾ നിക്കോദേമസ് ആ കൂട്ടത്തിലുള്ളവനായിരുന്നു, പിടിക്കാൻ പോയവരുടെ കൂട്ടത്തിലുള്ള ഒരു ആളായിരുന്നു. അപ്പം അയാൾ പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ വാമൊഴി ആദ്യം കേട്ട് അവൻ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിഞ്ഞിട്ടല്ലാതെ നമ്മുടെ ന്യായപ്രമാണം അവന് വിധിക്കുന്നുവോ? അപ്പോൾ ന്യായപ്രമാണപ്രകാരം വിധിക്കണമെങ്കിൽ അവൻ്റെ വാമൊഴി കേട്ടിട്ട് വാമൊഴി കേൾക്കുകയും അവൻ്റെ വാമൊഴി പ്രകാരം അവൻ ചെയ്യുന്നത് എന്തെന്ന് അറിഞ്ഞിട്ടല്ലാതെ ന്യായപ്രമാണത്തെ പ്രകാരം വിധിക്കാൻ നമുക്ക് അധികാരമില്ല, അവകാശമില്ല എന്ന് പറയണം. അപ്പോൾ ആ നിക്കോദമസിനെയും അവർ കളിയാക്കും. നീയും ഗലീലക്കാരനാണോ? പരിശോധിച്ച് നോക്കുക, ഗലീലയിൽ നിന്ന് പ്രവാചകൻ എഴുന്നേൽക്കുന്നില്ലല്ലോ. അവരുടെ അറിവനുസരിച്ച് ബത്ലഹേമിൽ നിന്നാണ് മശിഹ വരേണ്ടത്. അവിടെ പറയുന്നത് ഗലീലയിൽ നിന്ന്. ഗലീല എന്ന് പറയുന്നത് അറിയാമല്ലോ. ഗലീല എന്ന് പറയുന്നത് വടക്കേ ഇസ്രായേലിലെ ഏറ്റവും നികൃഷ്ടമായ സ്ഥലമായി എണ്ണപ്പെട്ട ഒരു പ്രദേശമാണ് ഗലീല. അതുപോലെ തന്നെ ശമരിയ ഒക്കെ. അപ്പോൾ ജാതികളുടെ ഗലീല എന്നാണ് ഗലീലയെക്കുറിച്ച് പറയുന്നത് തന്നെ. അപ്പോൾ അവിടെ നിന്ന് ആ ഗലീല എന്നൊരു സ്ഥലത്ത് നിന്നൊരു പ്രവാചകൻ പോലും എഴുന്നേക്കില്ല, പിന്നല്ലേ മശിഹ എഴുന്നേറ്റ് വരുന്നതെന്ന് പറഞ്ഞിട്ടാണ് ആ 7-ാം അധ്യായം അവസാനിക്കുന്നത്.